ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഹരിതക്ക് കാർത്തിക്കിന്റെ വിവാഹാലോചന വരുന്നത്. കാർത്തിക് അതിസുന്ദരനായ ചെറുപ്പക്കാരൻ, ചെറിയ പ്രായത്തിലെ സർക്കിൾ ഇൻസ്പെക്ടർ. കാർത്തിക്കിന് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പെങ്ങളുള്ളത് വിവാഹം കഴിഞ്ഞു. പെങ്ങളുടെ ഭർത്താവ് ദുബായിലാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിൽക്കാനായി വരും. കാർത്തിക്കിന് ജോലി കിട്ടിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ജോലിയിൽ അത്രയും ആത്മാർത്ഥതയുള്ള അവന് എല്ലാവർക്കും വലിയ പ്രിയമാണ്. ഏത് കൊമ്പത്തെ ആളുകളാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ഇടംവലം നോക്കാതെ നടപടിയെടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ പ്രായം കൊണ്ട് ചെറുതാണെങ്കിലും അവനേക്കാൾ മുതിർന്നവർക്ക് വരെ അവനോട് വല്ലാത്തൊരു ബഹുമാനമാണ്. കാർത്തിക് പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. എറണാകുളത്താണ് അവന് പോസ്റ്റിംഗ്. അവൻ്റെ സ്വന്തം നാട് കണ്ണൂരാണ്. എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് കുറച്ച് ദൂരമുള്ളതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലൊക്കെ കാർത്തിക് വീട്ടിലേക്ക് വരികയുള്ളൂ. നിലവിൽ 2 നില വീടും ഗവൺമെന്റ് ജോലിക്കാരനും വീട്ടിൽ ഒറ്റ മോനും ആയതുകൊണ്ട് തന്നെ ഹരിതയുടെ വീട്ടുകാർക്ക് കാർത്തിക്കിന്റെ ആലോചനയോട് താല്പര്യം തോന്നി. എന്നാൽ അവനെ വെച്ച് നോക്കുമ്പോൾ വളരെ താഴെത്തട്ടിലുള്ള അവർക്ക് ഇത്രയും ഉയർന്ന ഒരു ബന്ധത്തിൽ നിന്ന് ചേരുമോ എന്ന് ഹരിതയുടെ അച്ഛൻ പേടിച്ചു. എന്നാൽ സാമ്പത്തികമോ സ്വത്തോ ഒന്നും തന്നെ ചെക്കൻ നോക്കുന്നില്ലെന്നും പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിവാഹം കഴിച്ചയച്ചാൽ മാത്രം മതിയെന്നുമുള്ള ബ്രോക്കറുടെ സംസാരം കേട്ടപ്പോൾ മോൾക്ക് കിട്ടാവുന്ന വലിയ ഭാഗ്യമായി കണ്ട് ഹരിതയുടെ അച്ഛൻ പെണ്ണു കാണാനായി വന്നുകൊള്ളാൻ ബ്രോക്കറോട് പറഞ്ഞു. കാർത്തിക്കിന്റെ പെങ്ങളെ വിവാഹം കഴിച്ചയച്ചതുകൊണ്ട് വേറെ ബാധ്യതകളൊന്നുമില്ല. അന്വേഷിച്ചപ്പോൾ നല്ല കുടുംബം, മോളെപ്പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പാവം അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നൊക്കെയാണ് ബ്രോക്കർ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല തറവാട്ടുകാരുമായിരുന്നതുകൊണ്ട് തന്നെ ഹരിതയുടെ അച്ഛൻ ആ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ യാതൊരു ജാടയുമില്ലാത്ത കാർത്തിക്കിന്റെ പെരുമാറ്റവും ഒരു CI ആണെന്നുള്ള യാതൊരു ഭാവവുമില്ലാത്ത അവന്റെ വിനയവും എല്ലാവർക്കും അവനെ ഒന്നുകൂടി പ്രിയങ്കരനാക്കി. കാർത്തിക് പെണ്ണ് കണ്ടുപോയതിനു ശേഷം ഹരിതയ്ക്കും അവനെ ഇഷ്ടമായിരുന്നു. തൊട്ടടുത്ത മാസം മഴക്കാലം വരാനിരിക്കുന്നത് കൊണ്ട് വെച്ചു നീട്ടിയാൽ കുറെ അങ്ങ് നീണ്ടുപോകുമെന്നും പറഞ്ഞു പെട്ടെന്നായിരുന്നു അവരുടെ വിവാഹം ഉറപ്പിച്ചത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഹരിതയുടെയും കാർത്തിക്കിന്റെയും വിവാഹം നടന്നു. വിവാഹത്തിന്റെ വിരുന്നെല്ലാം കഴിഞ്ഞ് ആളുകൾ ഒക്കെ ഏകദേശം ഒന്ന് പോയി കഴിഞ്ഞ ശേഷം ഹരിത മുറിയിലേക്ക് കയറിയപ്പോഴേക്കും നേരമേറെ വൈകിയിട്ടുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് കാർത്തിക് മുറിയിലേക്ക് വന്നതും കട്ടിലിന്റെ ഓരത്ത് എന്തോ ഓർത്തുകൊണ്ടിരുന്ന ഹരിത അവനെ കണ്ടതും പെട്ടെന്ന് എണീറ്റു നിന്നു. എണീക്കണ്ട, നീ ഇരുന്നോ? എന്തു പറ്റി, ക്ഷീണിച്ചോ? കാർത്തിക് ഹരിതയോട് ചോദിച്ചു. ഇല്ല എന്ന് അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്തായാലും ഇന്നത്തെ ദിവസം ക്ഷീണം കാണും. 2 ദിവസമായിട്ട് വലിയ തിരക്കായിരുന്നില്ലേ? സാരമില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ മാത്രമാകുമ്പോൾ ക്ഷീണമൊക്കെ പതിയെ മാറി വരും. കാർത്തിക് അവളെ നോക്കി ചിരിച്ചു. ഒരു പോലീസുകാരനാണെന്ന യാതൊരു അഹങ്കാരവും തോന്നിക്കാത്ത കാർത്തിക്കിന്റെ സൗമ്യമായ പെരുമാറ്റം അവൾക്ക് വല്ലാത്തൊരാശ്വാസം തോന്നിപ്പിച്ചു. ഞാൻ നേരത്തെ ഇങ്ങോട്ട് വരാനിരുന്നതാ. അമ്മയ്ക്ക് അപ്പോൾ ഒരേ നിർബന്ധം, ആളുകൾ തന്ന കവറൊക്കെ എന്താണെന്ന് പൊളിച്ചു നോക്കണമെന്നും അതെല്ലാം എഴുതി വെക്കണമെന്നുമൊക്കെ. നാളെ ചെയ്യാമെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടതേയില്ല. പിന്നെ അത് പൊളിക്കാനായി കുറച്ച് ഞാനും കൂടെ അവരുടെ കൂട്ടത്തിൽ ഇരുന്നു കൊടുത്തു. എന്നിട്ടും കഴിഞ്ഞില്ല കേട്ടോ. എനിക്ക് ഉറക്കം വന്നപ്പോൾ ബാക്കി നാളെ മതിയെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഹരിത അപ്പോഴും കാർത്തിക്കിനെ നോക്കി ചിരിച്ചു. കാത്തിരുന്നു മടുത്തോ? കാർത്തിക് അവളോട് ഒന്നുകൂടെ ചോദിച്ചു. ഇല്ലേട്ടാ, കുഴപ്പമില്ല, അവൾ പറഞ്ഞു. ശേഷം കാർത്തിക് ഹരിതയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ മരണശേഷം എന്നെയും കീർത്തിയെയും നോക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അധികാരം അമ്മ എപ്പോഴും ഞങ്ങളോട് കാണിക്കാറുമുണ്ട്. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ എതിർത്ത് പറയാൻ നിന്നാലും അമ്മ അത് കേൾക്കാറില്ല. അതിൻ്റെ ഒരു അധികാരവും കാര്യവും ഒക്കെ ചിലപ്പോൾ അമ്മയുടെ സംസാരത്തിൽ കാണും. നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് കാർത്തിക് ഒന്ന് അവളോട് സൂചിപ്പിച്ചു. കാർത്തിക് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് ഹരിതയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൾ അപ്പോൾ അവനോട് ചെറുതായി ഒന്ന് തലയാട്ടി. കാരണം കല്യാണം കഴിഞ്ഞ് അവൾ അന്ന് ആ വീട്ടിലേക്ക് കയറിയതാണെങ്കിലും എല്ലാ കാര്യത്തിലും അമ്മ ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് അവൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അമ്മയുടെ കൺട്രോളിലാണ് ഈ വീടെന്ന് ഹരിതയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് പെങ്ങളുടെയും ഒരു അധികാരം അവൾക്ക് ഫീൽ ചെയ്തിരുന്നു. കീർത്തി പഠിക്കാൻ പോകുന്നുണ്ടോ ഏട്ടാ? ഹരിത ഒന്ന് അറിയാനായി കാർത്തിക്കിനോട് ചോദിച്ചു. പഠിക്കാനോ? എന്തുപറ്റി? നിന്നോട് അവൾ അങ്ങനെ പറഞ്ഞോ? എന്തോ കോഴ്സിന് എന്നോട് കൂടെ പോരുന്നു എന്ന് ചോദിച്ചിരുന്നു, ഹരിത പറഞ്ഞു. അത് അവൾ ഇവിടെ ഏതോ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോകുവാണെന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അളിയൻ എന്തായാലും ഇവിടെ ഇല്ലല്ലോ, ദുബായിലല്ലേ. അപ്പോൾ പിന്നെ അവളിനി കുറച്ചു കാലം ഇവിടെ ഉണ്ടാവും. വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതി ടൈം പാസിന് പോകണമെന്ന് പറഞ്ഞിരുന്നു. അളിയനില്ലാതെ അവൾക്ക് അളിയൻ്റെ വീട്ടിലേക്ക് പോകാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഇവിടെ എന്തിനെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. നീ ഏതായാലും ഡിഗ്രി കംപ്ലീറ്റ് ആയില്ലേ? ഇനി വെക്കേഷൻ അല്ലേ? PGക്ക് സീറ്റ് കിട്ടി അഡ്മിഷനൊക്കെ തുടങ്ങി വരുമ്പോഴേക്ക് കുറച്ച് സമയമാവില്ലേ? നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അവളുടെ കൂടെ പോയിക്കോ. അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. നിന്റെ താല്പര്യം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എന്തുപറ്റി, കീർത്തിയുടെ കൂടെ പഠിക്കാൻ പോകണോ? കാർത്തിക് അവളെ നോക്കി ചോദിച്ചു. വേണ്ടേട്ടാ, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
അവൾ അത് പറഞ്ഞപ്പോൾ കാർത്തിക് ചിരിച്ചു. ശേഷം പറഞ്ഞു, ഇവിടെ അമ്മയുടെയും കീർത്തിയുടെയും സംസാരം ഒരു കണക്കാ. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയും. നീ അത് കാര്യമാക്കാൻ നിൽക്കണ്ടട്ടോ. കാർത്തിക് ഒന്നുകൂടെ ഒരു മുന്നറിയിപ്പ് പോലെ അവളോട് പറഞ്ഞു. ഞാൻ ആകെ വിയർത്തു കുളിച്ചിട്ടുണ്ട്. ദേഹം ഒന്ന് നനച്ചിട്ട് വേഗം വരാൻ കേട്ടോ. നീ കിടന്നോ. അപ്പോഴേക്കും ഒരു 5 മിനിറ്റ്, ഞാൻ ദാ എത്തിയെന്ന് പറഞ്ഞ് കാർത്തിക് കുളിക്കാനായി കുളിമുറിയിലേക്ക് കയറുമ്പോഴാണ് അവരുടെ റൂമിന്റെ വാതിലിൽ തട്ടുകേട്ടത്. കാർത്തിക് അപ്പോൾ ഹരിതയെ നോക്കി. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി വാതിൽ തുറന്നു. അപ്പോൾ അമ്മ വാതിലിനപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. എന്തോ കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് കാർത്തിക്കിനെയും വിളിച്ച് അമ്മ അപ്പുറത്തേക്ക് പോയി. അങ്ങനെ ഒന്ന് ആദ്യ രാത്രിയിൽ ഹരിത പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തായിരിക്കും അമ്മയ്ക്ക് ഏട്ടനോട് മാത്രമായി പറയാനുള്ളത്? എന്താണ് അവിടെ നടക്കുന്നത് എന്നൊന്നും മനസ്സിലാവാതെ ഹരിത അവിടെ തന്നെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ് കാർത്തിക് മുറിയിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ മുറിയിൽ നിന്ന് പോകുമ്പോൾ ഹരിതയോട് സന്തോഷത്തോടെ സംസാരിച്ചു പോയ കാർത്തിക് ആയിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ. അവന്റെ മുഖമൊക്കെ ആകെ വാടിയ പോലെ ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ഹരിത കാർത്തിക്കിനെ നോക്കി. അവൻ അപ്പോൾ സ്വരം ഒന്ന് ചെറുതായി ഇടറിക്കൊണ്ട് അവളോട് ചോദിച്ചു, നിനക്ക് കിടന്നുകൂടായിരുന്നോ? ഞാനൊന്ന് മേൽ കഴുകിയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ തോർത്തും എടുത്ത് കുളിമുറിയിലേക്ക് പോയി. അവൻ കുളി കഴിഞ്ഞ് വരുമ്പോഴും ഹരിത അവിടെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. തല തോർത്തിക്കൊണ്ട് വന്ന കാർത്തിക്കിനെ നോക്കി ഹരിത അപ്പോൾ ചോദിച്ചു, അമ്മ എന്താ ഏട്ടാ വിളിച്ചത്? ഏയ് അതൊന്നുമില്ലടാ. നീ കിടന്നില്ലായിരുന്നോ? അവൻ ചോദിച്ചു. ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഏട്ടാ? ഹരിത വീണ്ടും അവനോട് പേടിയോടെ മെല്ലെ ചോദിച്ചു. എനിക്കെന്തോ വിഷമമായിട്ട് ചോദിക്കുകയാണെന്ന് കൂടെ അവൾ അതിനോട് കൂടെ കൂട്ടിച്ചേർത്തു. ഏയ് ഒന്നുമില്ലടാ, അത് പന്തലിന്റെ കണക്കിന്റെ കാര്യം പറയാൻ വിളിച്ചതാ. വേറെ ഒന്നുമില്ല കേട്ടോ. നീ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല. ഹരിതയുടെ മുഖം വാടിയത് കാർത്തിക് ശ്രദ്ധിച്ചിരുന്നു. അവൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നതിന് ശേഷം അവളുടെ മുഖം അവന്റെ മുഖത്തിന് നേരെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, അപ്പോഴേക്കും മുഖം വാടിയോ? ഞാൻ പറഞ്ഞില്ലേ, അത് അമ്മ ഒരു കണക്കിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. നിനക്ക് വിഷമിക്കാൻ മാത്രമുള്ള ഒന്നുമില്ല. ഞാനില്ലേ നിനക്ക് എന്ന് പറഞ്ഞ് കാർത്തിക് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ അപ്പോൾ ചെറുതായി നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്നും വിട്ടു നിൽക്കുന്നതിന്റെ വിഷമവും പെട്ടെന്ന് നടന്ന കല്യാണവും ഇവിടെ വന്നപ്പോൾ അമ്മയുടെ വേർതിരിച്ചുള്ള മുന വെച്ചുകൊണ്ടുള്ള സംസാരവും ഒക്കെ കൂടെ ആയപ്പോൾ അവൾ അറിയാതെ കരഞ്ഞുപോയി. ഏയ് ഒന്നുമില്ലടാ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ, വെറുതെ നല്ലൊരു ദിവസം കരഞ്ഞു കുളമാക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് കാർത്തിക് അവളുടെ കണ്ണു തുടച്ചു കൊടുത്തു. ശേഷം അവളുടെ നെറുകിൽ ഉമ്മ വെച്ചു. എന്നിട്ട് അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാവും ഇനി എന്നും. അത് പറഞ്ഞുകൊണ്ട് അവൻ സ്നേഹത്തോടെ അവളുടെ മുടിയിൽ തലോടി. കുറച്ചു സമയം കഴിഞ്ഞ് വിഷമമൊക്കെ മാറിയപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ട് ചേർന്ന് കിടന്നു. കുറച്ചു നേരം കാർത്തിക്കിനോട് ചേർന്ന് കിടന്ന് സംസാരിച്ചപ്പോൾ അവൻ എത്രയോ പാവമാണെന്ന് ഹരിതയ്ക്ക് തോന്നി. ആ വീട്ടിൽ അമ്മയും പെങ്ങളും എടുത്തടിച്ച പോലെയാണ് സംസാരിക്കുന്നതെങ്കിലും കാർത്തിക്കിന്റെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം ഹരിതയ്ക്ക് എത്രയോ ആശ്വാസമായിരുന്നു. അവന്റെ ഇടതുകൈയുടെ മുകളിലായിരുന്നു അവൾ കിടന്നത്, മറുകൈ അവളുടെ വയറിന് മുകളിലും. അവൻ ആ കൈകൊണ്ട് അവളുടെ വയറ്റിൽ തലോടി തലോടി പോലീസ് സ്റ്റേഷനിലെ ചെറിയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ക്ഷീണം കൊണ്ട് ഹരിത ഉറങ്ങിപ്പോയി. അവൻ അവളെ നോക്കി. ശേഷം മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മൂർത്താവിൽ പതിയെ ഒരു ഉമ്മ വെച്ചു. ശേഷം അവളെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ അവളോട് ചേർന്ന് കിടന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഉറക്കമുണർന്നു നോക്കുമ്പോൾ കാർത്തിക്കിന്റെ കൈ അവളുടെ മാറിനു മുകളിൽ നെഞ്ചിലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു ആൺകുട്ടി തന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് എന്ന് ഹരിത ഒരു കുസൃതി ചിരിയോടെ ഓർത്തു. അവന്റെ നേർത്ത കൈ മാറിടത്തിനു മുകളിൽ അമർന്നു കിടക്കുന്നത് ഹരിത തല ചെറുതായി പൊന്തിച്ചുകൊണ്ടൊന്ന് നോക്കി. അത്രയും സ്വാതന്ത്ര്യത്തോടെ അവൻ അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് കുഞ്ഞു കുട്ടികളെപ്പോലെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ഹരിതയ്ക്ക് എന്തോ പറഞ്ഞറിയിക്കാനാവാത്തൊരു വാത്സല്യം കാർത്തിക്കിനോട് തോന്നി. അവൾ അവൻ അറിയാതെ മെല്ലെ അവന്റെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. പെട്ടെന്ന് അവന്റെ കൈ അനങ്ങിയതുകൊണ്ടായിരിക്കണം കാർത്തിക് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞു കിടന്നു. അവൾ അപ്പോൾ കൊച്ചുകുട്ടികളെ തട്ടിക്കൊടുക്കുന്ന പോലെ അവന്റെ പുറത്ത് തട്ടിക്കൊടുത്തു. കല്യാണത്തിനു വേണ്ടി ഓടി നടന്നതിന്റെ ക്ഷീണം കാരണമായിരിക്കും കാർത്തിക് വീണ്ടും ഒന്നും അറിയാതെ ഉറങ്ങിപ്പോയി. ശേഷം കാർത്തിക് അറിയാതെ തന്റെ പാതിയോടുള്ള നിറഞ്ഞ സ്നേഹത്തോടെ ഹരിത അവന്റെ നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. ശേഷം അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അന്ന് ഹരിതയുടെ വീട്ടിൽ വിരുന്നായിരുന്നു. വിരുന്നിന് പോകാനായി അവൾ ഒരുങ്ങി വന്നപ്പോൾ തന്നെ അമ്മ അവളെ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചു. സ്ത്രീധന തുകയുടെ ബാക്കിയും കൊണ്ട് മാത്രമേ ഇനി ഇങ്ങോട്ട് വരാവൂ. അന്തസ്സുള്ള കുടുംബക്കാരാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കുമെന്നുകൂടെ എടുത്തടിച്ച പോലെ പറഞ്ഞു. അത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഹരിത നിന്നു. അമ്മ ഒഴികെ കാർത്തിക്കിന്റെ വീട്ടുകാരെല്ലാം വിരുന്നിന് വന്നിരുന്നു. വീട്ടിലെത്തിയപ്പോഴും സ്ത്രീധനത്തിന്റെ ബാക്കി കൊണ്ടുവരാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നത് അവളുടെ ഉള്ളിൽ കിടന്നു പൊള്ളുകയായിരുന്നു. അവൾ ആളൊഴിഞ്ഞ സമയം നോക്കി പിറകുവശത്ത് പോയി അച്ഛനോടത് പറയാൻ നോക്കിയപ്പോഴാണ് അവിടെയുള്ളവർക്ക് തന്നെ പണം കൊടുക്കാൻ കഴിയാതെ എന്തു വേണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആ പാവം മനുഷ്യനെ കണ്ടത്. അച്ഛനോട് പിന്നെ ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല.
പേടിയോടെ തിരികെ കാർത്തിക്കിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അമ്മ അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു, ബാക്കി പണവും ചോദിച്ചുകൊണ്ട്. പക്ഷേ ഹരിത കണ്ണു നിറഞ്ഞുകൊണ്ട് അവരുടെ മുന്നിൽ കൈമലർത്തി. എന്നിട്ട് വിറച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛനോട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല അമ്മേ. അത് പറഞ്ഞതും അവരുടെ അമ്മയുടെയും മോളുടെയും ഭാവം ആകെ മാറി. ഗവൺമെന്റ് ജോലിക്കാരനായ എൻ്റെ മോന് ഇനിയും നല്ല പെണ്ണുങ്ങളെ കിട്ടുമെടി. നിന്റെ വീട്ടിൽ നിന്നും ധർമ്മകല്യാണമൊന്നും കഴിക്കേണ്ട ആവശ്യം അവനില്ല. ലോക്കൽ ജോലി എങ്ങാനുമാണോ എൻ്റെ കുട്ടിക്ക്? സർക്കിൾ ഇൻസ്പെക്ടറാണ് അവൻ. അവനെപ്പോലെ ഒരു പോലീസുകാരനെ നിങ്ങൾക്കൊക്കെ ഒന്ന് കണി കാണാൻ കിട്ടുമോടി? എൻ്റെ മോൻ സൗന്ദര്യം കണ്ട് വീണുപോയി. കാലക്കേട് എന്നല്ലാതെ എന്ത് പറയാനാ? എന്നിട്ട് അവനെപ്പോലെ ഒരു CI ഭർത്താവായി കിട്ടിയിട്ടും നിനക്കോ നിന്റെ വീട്ടുകാർക്കോ വിലയില്ല എന്ന് പറഞ്ഞാൽ? അമ്മ കിടന്നു തുള്ളി. ഹരിതയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ട് അവൾ അവിടെ തരുത്തു നിന്നു. എന്നെയൊക്കെ ചോദിച്ച സ്ത്രീധനം മുഴുവനായി കൊടുത്തിട്ട് നല്ല അന്തസ്സോടെയാണ് കെട്ടിച്ചു വിട്ടത് ഏട്ടത്തി എന്ന് കീർത്തിയും അമ്മയ്ക്ക് സപ്പോർട്ടായി കൂട്ടത്തിൽ പറഞ്ഞു. കുറച്ചു ദിവസം കൂടി ഞാൻ സമയം തരും. അതിനുള്ളിലും നിന്റെ വീട്ടിൽ നിന്ന് സ്ത്രീധന പൈസ കൊണ്ടുവന്നില്ലെങ്കിൽ അവന്റെ കൂടെ കിടക്കാമെന്ന് നീ കരുതണ്ട. അമ്മ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇന്നലെ രാത്രി കാർത്തിക് മുറിയിൽ നിന്ന് പോയതിന്റെ അർത്ഥം ഹരിതയ്ക്ക് മനസ്സിലായത്. കാർത്തിക് ഇതൊന്നും അറിയാതെ പുറത്ത് അവന്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവർ പോയി കഴിഞ്ഞ് അവൻ അകത്തേക്ക് വന്നപ്പോൾ ഹരിത കട്ടിലിൽ കിടക്കുകയായിരുന്നു. അമ്മ അവളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കാർത്തിക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുപറ്റി ഇപ്പോൾ കിടക്കുന്നു എന്ന് ഹരിതയോട് അവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല, തലവേദനയാണെന്ന് മാത്രം അവൾ പറഞ്ഞു. വിരുന്നു പോയി വന്നിട്ടാവുമല്ലേ? സാരമില്ല, നീ കിടന്നോ. നിനക്കെന്തെങ്കിലും ചായയോ മറ്റോ വേണോ? കാർത്തിക് ചോദിച്ചു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ കിടന്നു. കുറച്ചു നേരം ഒന്ന് കിടന്നു നോക്കൂ, അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകണോ? കാർത്തിക് ചോദിച്ചു. വേണ്ട എന്ന് അവൾ സ്വരമിടറിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം കിടന്നു നോക്ക് കേട്ടോ. കുറവില്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി കാണിക്കാം എന്ന് പറഞ്ഞ് കാർത്തിക് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കുറച്ചു നേരം അവൻ സ്റ്റേഷനിലെ പോലീസുകാരനുമായി ഒരു കേസിന്റെ കാര്യം ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൻ തിരികെ റൂമിലേക്ക് വന്നപ്പോഴും ഹരിത അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ കിടക്കുകയായിരുന്നു. കുറവില്ലേ? കാർത്തിക് വന്ന് അവളെ തട്ടി വിളിച്ചു. എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? നല്ല വേദനയുണ്ടോ? അവൻ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ അപ്പോൾ അവനെ തന്നെ നോക്കി. അവൻ അപ്പോൾ അലമാര തുറന്ന് തലവേദനയ്ക്കുള്ള ഒരു ബാം എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കഥയും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് പണ്ട് എപ്പോഴും തലവേദന വരുമായിരുന്നു. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. മൈഗ്രെയിനിൻ്റെ ആണ്. അതുകൊണ്ട് ഞാൻ ജോലി സ്ഥലത്തായാലും ഇവിടെ ആയാലും ബാമും പെയിൻ കില്ലറും എൻ്റെ കൂടപ്പിറപ്പാണ്. ഞാൻ തടവി തരാമെന്ന് പറഞ്ഞ് അവൻ കയ്യിൽ ബാം എടുത്ത് അവളുടെ നെറ്റിയിൽ തടവിയപ്പോൾ അവൾ അറിയാതെ തന്നെ പൊട്ടിക്കരഞ്ഞു. എന്തുപറ്റി? നല്ല വേദനയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറുടെ അടുത്ത് പോകാമെന്ന്. എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് കാർത്തിക് അവളെ പിടിച്ചപ്പോൾ അവൾ പേടിച്ചുകൊണ്ട് നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അവൻ ഒന്നും പറയാതെ എല്ലാം കേട്ടിരുന്നു. അപ്പോൾ ഹരിത പറഞ്ഞു, ഞാൻ അച്ഛനോട് ചോദിക്കാൻ പോയതായിരുന്നു ഏട്ടാ. പക്ഷെ അച്ഛൻ കയ്യിലെ പൈസ തികയാതെ വെപ്പുകാർക്ക് കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ചോദിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്താ ഏട്ടാ ചെയ്യേണ്ടത്? പേടിയാകുന്നു. അവൻ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഈ കാര്യം പറയാനായിരുന്നു അമ്മ എന്നെ മുറിയിൽ നിന്നും വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞില്ലേ, അമ്മ എടുത്തടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പിന്നെ ഇന്നലെ നല്ലൊരു ദിവസമായിട്ട് നിന്നെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി പറയാതിരുന്നതായിരുന്നു. സാരമില്ല, ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അതോർത്ത് നീ വിഷമിക്കാതിരിക്കേ എന്ന് പറഞ്ഞ് കാർത്തിക് അവളെ ആശ്വസിപ്പിക്കുമ്പോഴാണ് പുറത്തുനിന്ന് അമ്മയുടെ സംസാരം കേട്ടത്. ഓ, കൂടെ കിടക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ ഇവനിപ്പോൾ ഏതു നേരവും ഇതിനകത്ത് തന്നെ ആയോ? അതും പറഞ്ഞുകൊണ്ട് അമ്മ വാതിലിന് തട്ടുമ്പോൾ ഹരിത പേടിയോടെ കാർത്തിക്കിനെ നോക്കി. വഴക്കു പറയുമോ ഏട്ടാ? അവൾ ചോദിച്ചു. പറയുമെങ്കിൽ പറയട്ടെ. എനിക്ക് എന്തായാലും സ്ത്രീധനത്തിന് താല്പര്യമില്ല. ഞാൻ സ്ത്രീധനം മോഹിച്ചിട്ടുമല്ല നിന്നെ കല്യാണം കഴിച്ചത്. എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു. അത് എൻ്റെ താല്പര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെന്താണ് പ്രശ്നം? പിന്നെ അമ്മ ഇപ്പോൾ വന്നു കയറി അന്ന് തൊട്ട് ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ പോയി വാതിൽ തുറന്നു. നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ മോനെ. അവളുടെ കൂടെ കയറി കിടന്നാൽ അവളുടെ വീട്ടുകാർക്ക് തരാനുള്ള പൈസയുടെ കാര്യം ഓർമ്മ കാണത്തില്ല. കുറച്ചു കാലം ഒറ്റയ്ക്ക് കിടത്തി നോക്ക്. മോൾക്കൊരു ജീവിതമില്ലെന്ന് കണ്ടാൽ അവർ തരാനുള്ളത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊണ്ടുവരും. അമ്മയുടെ കൂടെ കൂട്ടിന് കീർത്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പിന്നെ എന്താ വിചാരിച്ചത്? ധർമ്മകല്യാണം നടത്താമെന്ന ആഗ്രഹം അവരുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. കുറേ കാലം ഒറ്റയ്ക്ക് കിടന്നു നോക്കട്ടെ, അപ്പോളെ ഇവരൊക്കെ പഠിക്കൂ. അയ്യടാ, ചുളുവിൽ ഒരു പോലീസുകാരനെ അടിച്ചെടുക്കാമെന്ന് കരുതിയോ അവർ? അതിനിത്തിരി പുളിക്കും. വേണമെങ്കിൽ വല്ലതും കഴിച്ചിട്ട് അപ്പുറത്തെ മുറിയിലെങ്ങാനും പോയി കിടക്കാൻ നോക്ക് എന്ന് അമ്മ കാർത്തിക്കിനോട് പറഞ്ഞപ്പോൾ കാർത്തിക് അവിടെ ഒന്നും പറയാതെ തന്നെ നിന്നു. അവന്റെ മുഖത്ത് ദേഷ്യം തികട്ടി വന്നിരുന്നെങ്കിലും അവൻ അപ്പോൾ ഒന്നും പ്രതികരിച്ചില്ല. എന്തുപറ്റി? നീ വരുന്നില്ലേ എന്ന് അമ്മ തിരിഞ്ഞു നടക്കുമ്പോൾ അവനോട് ചോദിച്ചു. ഇല്ല, അവൻ പറഞ്ഞു. ഇവളെ ഇപ്പുറത്തെ മുറിയിലും ഞാൻ അപ്പുറത്തും പോയി കിടക്കാനല്ല അമ്മേ ഞാൻ കല്യാണം കഴിച്ചത്.
സ്ത്രീധനം മോഹിച്ചല്ല ഞാൻ ഇവളെ താലി കെട്ടിയത്. അതുകൊണ്ട് തന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും അമ്മ പറയുന്ന കാര്യം നടക്കില്ല എന്ന് പറഞ്ഞ് കാർത്തിക് വാതിൽ വലിച്ചടച്ചു. അമ്മയും കീർത്തിയും എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ അങ്ങനെ തന്നെ നിന്നു. ഓ, പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടേയുള്ളൂ. ഇവൾ വന്നപാടെ അവനെ കണ്ണും കൈയും കാണിച്ച് കയ്യിലെടുത്തു കളഞ്ഞല്ലോ. ഇത്രയും നാൾ ഒറ്റയ്ക്ക് കിടന്ന് അവനിപ്പോൾ അവൻ്റെ പെണ്ണില്ലാതെ കിടക്കാൻ പറ്റില്ല പോലും. ഇവനൊക്കെ വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ട് ജീവിച്ച ഞാനിപ്പോൾ ആരായി എന്ന് പറഞ്ഞ് അമ്മ വാതിലിനു പുറത്തു നിന്ന് കരഞ്ഞു. അമ്മ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് കീർത്തി കാർത്തിക്കും ഹരിതയും കേൾക്കുന്ന വിധത്തിൽ ഉറക്കെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഹരിത മുറിക്കകത്തിരുന്ന് കരഞ്ഞു. കാർത്തിക് അവളെ നോക്കി ഒന്നും പറയാതെ മുറിയിലെ ലൈറ്റ് ഓഫാക്കി. എന്നിട്ട് അവളുടെ അടുത്ത് വന്ന് കിടന്നു. ശേഷം അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് കിടത്തി. എന്നിട്ട് പറഞ്ഞു, അവരെന്തെങ്കിലുമൊക്കെ പറയും, നീ കാര്യമാക്കണ്ട, നമുക്ക് കിടക്കാം. ബോധമില്ലാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിൽ കൂടെ കളഞ്ഞാൽ മതി. ഇതിനൊക്കെ ഉത്തരം പറയാൻ നിന്നാൽ നമുക്ക് അവരോട് വഴക്കടിക്കാനും കരയാനും മാത്രമേ നേരം കാണൂ. ഇത്ര വിവരമില്ലാതെ പെരുമാറാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? നിനക്ക് വിശക്കുന്നുണ്ടോ? പുറത്തുപോയി എന്തെങ്കിലും കഴിക്കണോ? അവൻ അവളുടെ നെറ്റിയിൽ തടവിക്കൊണ്ട് ചോദിച്ചു. ഒന്നും വേണ്ട ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനോട് കുറച്ചുകൂടി ചേർന്ന് കിടന്നു. ഇന്നിനി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, നമുക്ക് കിടക്കാമെന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് 2 കൈക്കുള്ളിലുമാക്കി. അന്നു മുതൽ കീർത്തിക്കും അമ്മയ്ക്കും അവളോട് വല്ലാത്ത ദേഷ്യമായിരുന്നു. കാർത്തിക്കിൻ്റെ മുന്നിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അതിനെ എതിർത്ത് പറയും. എന്നാലും അവൻ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ അവർ മുനവെച്ച് തന്നെ ഹരിതയോട് സംസാരിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞ് കാർത്തിക്കിന് ലീവ് കഴിഞ്ഞ് സ്റ്റേഷനിൽ ചാർജ് എടുക്കേണ്ടി വന്നപ്പോൾ ഹരിതയ്ക്ക് പ്രാണൻ പിടയുന്ന പോലെയാണ് തോന്നിയത്. കാർത്തിക് കൂടെയില്ലാതെ ആ വീട്ടിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നോർത്ത് അവൾ വല്ലാതെ പേടിച്ചു. ചെയ്യാവുന്ന ക്രൂരതയും പറയാവുന്ന കുത്തുവാക്കുകളും അത്രയും അവർ ഹരിതയോട് ചെയ്തിട്ടും എല്ലാം അവൾ സഹിച്ചു. അവളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാതെ അവൾ അവിടെ പിടിച്ചു നിന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിതയുടെ അച്ഛനും അമ്മയും അത്രയും കഷ്ടപ്പെട്ട് നടത്തിയ വിവാഹമാണ് അവളുടേത് എന്ന് മറ്റാരെക്കാളും നന്നായി അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ കാർത്തിക്കിൻ്റെ വീട്ടിലെ ഇത്തരം കാര്യങ്ങളൊന്നും അവരെ അറിയിച്ചില്ല. ഹരിതയുടെ ജീവിതം അത്രയും സന്തോഷത്തിലാണെന്നോർത്ത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സ് സമാധാനിച്ചു. കാർത്തിക് എന്ന ഭർത്താവ് അവൾക്ക് കൊടുക്കാവുന്ന സ്നേഹം അത്രയും കൊടുക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്നാൽ അതൊക്കെയും തട്ടിക്കളയാൻ പാകത്തിനുള്ള ഒരമ്മയും പെങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. ഒന്നും സ്വന്തം വീട്ടുകാരെ അറിയിക്കാതെ കാർത്തിക്കിൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം മാത്രം ഓർത്തുകൊണ്ട് അവൾ ആ വീട്ടിൽ പിടിച്ചു നിന്നു. അവനെ ഉപേക്ഷിച്ചിട്ട് പോവാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. കുറച്ചു ദിവസങ്ങൾ കൊണ്ടാണെങ്കിലും കാർത്തിക്കിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞിരുന്നു. അതൊന്നു മാത്രം അവളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എന്നാലും കാർത്തിക്കിന് ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയോ അവൻ്റെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതിയോ അവൾ അമ്മയുടെയും പെങ്ങളുടെയും കൂടുതൽ കുറ്റങ്ങളൊന്നും അവനോട് പറയാറില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ 1 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പോളെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ കാർത്തിക് എന്ത് വിചാരിക്കും? ഏട്ടൻ എന്നെ വെറുക്കുമോ? എത്ര ആയാലും അമ്മയും പെങ്ങളുമല്ലേ എന്ന ഒരു പേടിയും അവൾക്കുണ്ടായിരുന്നു. എന്നാലും ഒട്ടും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ അവൾ അവനോട് ഫോണിലൂടെ പറയാറുണ്ടായിരുന്നു. എല്ലാത്തിനും അവൻ അവളെ ആശ്വസിപ്പിക്കാറുമുണ്ടായിരുന്നു. എന്തൊക്കെ ആയാലും തൻ്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ഭർത്താവ് അവൾക്ക് എത്രയോ ആശ്വാസമായിരുന്നു. ശരിക്കു പറഞ്ഞാൽ അവൻ്റെ സംസാരവും പെരുമാറ്റവും തലോടലും ചിരിയും വാത്സല്യവും ഒക്കെ ഒരു നിമിഷം അനുഭവിക്കാൻ കഴിഞ്ഞാൽ മറ്റേത് വിഷമവും നമ്മൾ മറന്നു പോകുമായിരുന്നു. കാർത്തിക്കിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഡ്യൂട്ടിയിൽ കർക്കശക്കാരനും ദേഷ്യക്കാരനും ഒക്കെ ആണെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അടുത്തറിയുമ്പോൾ ഇത്രയും പാവമാണോ എൻ്റെ ഏട്ടൻ എന്ന് ഹരിത എപ്പോഴും ആലോചിക്കും. ശരിക്കും കാർത്തിക്കിൻ്റെ സ്നേഹം അനുഭവിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ഹരിതയ്ക്ക് അവനെ പിരിയുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമായി മാറി. അവൻ കൂടെയില്ലാത്ത ഓരോ നിമിഷവും അവൾക്ക് വല്ലാത്ത ശ്വാസമുട്ടലായി മാറി. അതുകൊണ്ട് തന്നെ അവനില്ലാത്തപ്പോൾ പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന അനുഭവിച്ചു. അങ്ങനെ ഇരിക്കെ കാർത്തിക്കിൻ്റെ പെങ്ങൾ കീർത്തിയിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഹരിതയ്ക്ക് പിന്നീട് തോന്നാൻ തുടങ്ങി. എപ്പോഴും വരുന്ന ഫോൺ കോൾ, അതും ഒരു ലോക്കൽ നമ്പറിൽ നിന്നുള്ള കോൾ. ഹരിതയുടെ മുന്നിൽ നിന്നെങ്ങാനും ഫോൺ റിങ് ചെയ്താൽ പറയും അവളുടെ ഏട്ടനാണെന്ന്. പക്ഷെ അളിയൻ ദുബായിൽ നിന്ന് വിളിക്കുന്ന നമ്പർ ഹരിതയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നാട്ടിൽ നിന്നുള്ള ആരോ ആണ് എന്ന് അവൾക്ക് മനസ്സിലായി. ആ കോൾ വന്നാൽ കാണാം കീർത്തി എവിടെയെങ്കിലും ദൂരെ സ്ഥലത്ത് പോയി നിന്ന് രഹസ്യമായി സംസാരിക്കുന്നത്. ആദ്യമൊന്നും ഹരിത അത് അത്ര കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് എന്തോ അവൾക്ക് കീർത്തി എന്തൊക്കെയോ ഒളിപ്പിക്കുന്ന പോലെ തോന്നി. എന്തെങ്കിലും ആവട്ടെ, എൻ്റെ കാര്യം മാത്രം നോക്കിയിരിക്കാമെന്ന് കരുതി ഹരിത മുന്നോട്ട് പോയി. അതിനിടയിലും അമ്മയുടെയും കീർത്തിയുടെയും അവളോടുള്ള ക്രൂരത ഒരു പെണ്ണിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ദിവസം രാത്രി റൂമിൽ വെള്ളമില്ലാഞ്ഞിട്ട് ഹരിത രാത്രി ഒരു 12 മണി സമയത്ത് താഴേക്ക് വെള്ളം എടുക്കാനായി വന്നത്. അന്നേരം അടുക്കളപ്പുറത്ത് നിന്ന് അടക്കി പിടിച്ചുള്ള സംസാരം കേട്ടു. ആരാണെന്നറിയാൻ അവൾ വാതിൽ തുറക്കാതെ അകത്തുനിന്ന് തന്നെ ലൈറ്റിട്ട് നോക്കിയപ്പോൾ കീർത്തിയാണ്, ഒപ്പം ഏതോ ഒരു ചെറുപ്പക്കാരനും. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു ചേർന്ന് നിന്ന് മറ്റെന്തോ പരിപാടിയിലാണ്. പ്രതീക്ഷിക്കാതെ അവരെ കണ്ടതും ഹരിത ആകെ ഞെട്ടിപ്പോയി. അവൾക്ക് എന്തു വേണമെന്ന് പോലും അറിയില്ലായിരുന്നു. അവൾ അനങ്ങാൻ കഴിയാതെ അതേ നിൽപ്പ് അങ്ങനെ നിന്നു. അപ്പോഴേക്കും വന്നവൻ ഇറങ്ങി ഓടിയിരുന്നു.
അതോടെ കീർത്തി ഓടി വന്ന് ഹരിതയുടെ കാലിൽ വീണു. ഒരബദ്ധം പറ്റിയതാണ്, ഏട്ടത്തി ചതിക്കരുത്, ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ് കാലു പിടിച്ചു. ഹരിത ഒന്നും മിണ്ടാതെ അവളുടെ മുറിയിലേക്ക് തിരിച്ചു നടന്നു. ആ രംഗം കണ്ട ഞെട്ടലിൽ എന്ത് വേണമെന്ന് അവൾക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. അന്ന് രാത്രി മുഴുവൻ ഹരിത ചിന്തിച്ചത് ഇത് ആരോടെങ്കിലും പറയണോ എന്നാണ്. പറഞ്ഞാൽ അവിടെ പ്രശ്നമാവില്ലേ എന്നൊക്കെ കരുതി അവൾക്ക് കൂടുതൽ പേടിയാവാൻ തുടങ്ങി. കാർത്തിക്കേട്ടൻ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഏട്ടനോട് എന്തായാലും തുറന്നു പറയാമെന്ന് അവൾ ഉറപ്പിച്ചു. ബാക്കി ഏട്ടൻ തീരുമാനിക്കട്ടെ എന്ന് കരുതി. എന്നാൽ പിറ്റേന്ന് രാവിലെ കാർത്തിക് വിളിക്കുന്നതിന് മുന്നേ അവൾക്ക് വന്നത് കീർത്തിയുടെ ഭർത്താവിൻ്റെ കോളായിരുന്നു. നീ എൻ്റെ അളിയനെ ചതിക്കുവാണോടി? കണ്ട ആണുങ്ങളെ വീട്ടിൽ വിളിച്ചു കയറ്റിയിട്ട്? എനിക്ക് അപ്പോളേ നീയുമായൊരു ബന്ധത്തിന് താല്പര്യമില്ലായിരുന്നു. കീർത്തിയുടെ ഭർത്താവ് ഫോൺ അറ്റൻഡ് ചെയ്ത പാടെ ഹരിതയോട് ചൂടായി. അത് കേട്ടപ്പോൾ ഹരിത ആകെ ഞെട്ടിപ്പോയി. കീർത്തി തന്ത്രപൂർവ്വം അവളുടെ അവിഹിതവും വീട്ടിൽ വിളിച്ചു കയറ്റിയതുമെല്ലാം ഹരിതയുടെ തലയിൽ വെച്ചു കൊടുത്തിരിക്കുന്നു. എത്രയോ കാലമായി അളിയനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ സ്വന്തം ഭാര്യ. എന്നിട്ടിപ്പോൾ അവൾ ഭർത്താവിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാനും ഹരിത പറയുന്നതൊന്നും ആരും വിശ്വസിക്കാതിരിക്കാനും എല്ലാം അവൾക്കെതിരെ കൊണ്ടിട്ടു. അവളുടെ ഭാഗം രക്ഷിക്കാനുള്ള പുതിയ തന്ത്രമായിരുന്നു അവൾക്കത്. ഞാൻ കാർത്തിക്കിനെ വിളിക്കട്ടെ, ഇനി എന്തു വേണമെന്ന് അവൻ തീരുമാനിക്കും. നീ വേഗം നിന്റെ പെട്ടിയും ബാഗും എല്ലാം പെറുക്കി വെച്ചോ, തിരികെ വീട്ടിലേക്ക് പോകാൻ. എൻ്റെ അളിയന് കണ്ടവൻ്റെ കൂടെ പോകുന്ന പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് കീർത്തിയുടെ ഭർത്താവ് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ഹരിത എന്തു വേണമെന്നറിയാതെ അവിടെ ഇരുന്നു പോയി. എന്നേക്കാൾ ആത്മബന്ധം എന്തായാലും കാർത്തിക്കേട്ടന് പെങ്ങളോടും അളിയനോടുമായിരിക്കും. എത്രയായാലും കാർത്തിക്കേട്ടന് ഞാൻ ഇപ്പോൾ വന്നു കയറിയതാണ്. കൂടെ നിൽക്കാൻ പോലും അധികകാലം പറ്റിയിട്ടില്ല. കഷ്ടിച്ചൊരു മാസമേ കഴിഞ്ഞുള്ളൂ വിവാഹം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇത്ര കാലം കൂടെ ജീവിച്ച സ്വന്തം പെങ്ങൾ പറഞ്ഞാൽ ഏട്ടൻ എന്നെക്കുറിച്ച് എന്ത് കരുതും? ഈ കാര്യത്തിൽ ഏട്ടൻ എന്നെ വിശ്വസിക്കുമോ ദൈവമേ? നുണയാണെങ്കിൽ പോലും അളിയനും പെങ്ങളും പറയുന്നതെല്ലാം കാർത്തിക് വിശ്വസിക്കുമെന്ന് തന്നെയാണ് ഹരിത കരുതിയത്. അപ്പോഴേക്ക് പുറത്തുനിന്ന് അമ്മ അവളെ തെറി വിളിക്കാൻ തുടങ്ങി. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കാനായിട്ട് വന്നു കയറിയ ഒരുത്തിയായി പോയല്ലോ ഇവള്. എനിക്ക് അപ്പോഴേ തോന്നിയതാ. അതെങ്ങനെയാ? എൻ്റെ പുന്നാരമോനോടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ലല്ലോ. ഇപ്പോൾ വന്നു അവൾക്ക് ആരെയും ഈ വീട്ടിനകത്ത് വിളിച്ചു കയറ്റാമെന്ന സ്ഥിതി വരെയായി. ഇങ്ങനെ ഒരു ആട്ടക്കാരിയാണല്ലോ സ്ത്രീധനമൊന്നും തരാതെ അവൻ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് കൊണ്ടുവന്നത്. മര്യാദയ്ക്ക് നിന്റെ ബാഗും സാധനങ്ങളും ഒക്കെ നീ എടുത്തു വെച്ചോ. കാർത്തിക് ഒന്നിങ്ങ് വന്നോട്ടെ, അവനെക്കൊണ്ട് തന്നെ നിന്നെ അടിച്ചു പുറത്തിറക്കും ഞാൻ. എന്നാലും കീർത്തിമോളെ, അങ്ങനെ ഒരു രംഗം കാണുമ്പോൾ നീ അപ്പോൾ തന്നെ അമ്മയെ വിളിക്കണ്ടടി. അമ്മ അതിനിടയ്ക്ക് കീർത്തിയോട് ചോദിച്ചു. അതമ്മേ, ഞാൻ പ്രതീക്ഷിക്കാതെ വെള്ളം കുടിക്കാൻ പോയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഒരു രംഗം കണ്ടപ്പോൾ പേടിച്ചു പോയി എന്ന് അവൾ നല്ല കുട്ടിയായി നിന്നുകൊണ്ട് പറഞ്ഞു. പേടിച്ചു പോകുമല്ലോ, നല്ല തറവാട്ടിൽ പിറന്ന പെണ്ണുങ്ങൾ ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ ഇത്? അടക്കവും ഒതുക്കവുമുള്ള കുട്ടികൾ ഇത് കണ്ടാൽ എങ്ങനെ പേടിക്കാതിരിക്കും? എന്നിട്ടൊന്നും അറിയാതെ പൂങ്കണ്ണീർ പൊയിച്ച് ശീലാവധി ചമഞ്ഞിരിക്കുകയാണ് അവൾ. കാർത്തിക് ഒന്നെത്തിക്കോട്ടെ. അമ്മ പുറത്തു കിടന്ന് കലി തുള്ളുകയായിരുന്നു. അപ്പോഴാണ് കാർത്തിക്കിന്റെ ഫോൺ അവൾക്ക് എത്തുന്നത്. കാർത്തിക് ഈ കാര്യമെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വിളിയാണെന്ന് ഹരിതയ്ക്ക് മനസ്സിലായി. പേടിയോടെ അവൾ ഫോൺ എടുത്തു. ഹലോ ഏട്ടാ, ഹരിത പേടിച്ചുകൊണ്ട് ചോദിച്ചു. ഹരിത, എന്താ അവിടെ ഉണ്ടായേ? കാർത്തിക് അത് ചോദിച്ചപ്പോൾ ശരിക്ക് പറഞ്ഞാൽ വിറച്ചു പോയിരുന്നു ഹരിത. അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് അവൾക്ക് പിന്നെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. ഹരിത, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിന്നോടാണ് ഞാൻ സംസാരിക്കുന്നത്. കാർത്തിക് അല്പം ഗൗരവത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. എന്നെ ഏട്ടന് വിശ്വാസമില്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്ക് കരഞ്ഞു പോയിരുന്നു ഹരിത. ഏയ് കരയല്ലടാ മോളെ. ഹരിത, നീ എന്താ വിചാരിച്ചത്? അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് കരുതി ഞാൻ എല്ലാം വെള്ളം തൊടാതെ വീങ്ങുമെന്നോ? എനിക്കറിയില്ലടാ എൻ്റെ പെണ്ണിനെ പറ്റി. അത്രയും കാർത്തിക് പറഞ്ഞപ്പോൾ അവൾക്ക് സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു. അവളുടെ കണ്ണിൽ നിന്ന് പിന്നീട് ഒഴുകിയ കണ്ണുനീരൊന്നും സങ്കടം കൊണ്ടായിരുന്നില്ല, വല്ലാത്തൊരു സന്തോഷം കൊണ്ടായിരുന്നു. അമ്മയുടെയും കീർത്തിയുടെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവർ എന്തൊക്കെ കാർത്തിക്കിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഹരിതക്ക് ഊഹിക്കാമായിരുന്നു. അത്രയൊക്കെ അവർ പറഞ്ഞിട്ടും കാർത്തിക് തന്നെ വിശ്വസിച്ചല്ലോ എന്ന സന്തോഷം കൊണ്ട് അവൾക്ക് കരച്ചിൽ നിർത്താൻ പറ്റിയില്ല. കാർത്തികേട്ടൻ തന്നെ മനസ്സിലാക്കിയല്ലോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഏട്ടൻ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ. ആ ഒരു ആശ്വാസം ഹരിതയുടെ വാക്കുകളിൽ പിന്നീട് പ്രകടമായിരുന്നു. നീ ഇനി അവർ രണ്ടാളുമായും വലിയ അടുപ്പത്തിനൊന്നും പോകണ്ട. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളെക്കുറിച്ച് എനിക്കും ചിലതൊക്കെ അറിയാം. കുറച്ചു മുൻപേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പെങ്ങളല്ലേ, കല്യാണം കഴിച്ച് അയച്ചതല്ലേ എന്ന് കരുതി വലിയ പ്രശ്നമാക്കാൻ നിന്നില്ല. എനിക്ക് മുൻപും അവളെ സംശയമുണ്ടെന്ന് അവൾക്കറിയില്ലായിരിക്കും. ഞാനെല്ലാം പിന്നെ അളിയൻ്റെ നല്ലത് വിചാരിച്ച് ഉള്ളിൽ ഒതുക്കിയതായിരുന്നു. ഇനി അങ്ങനെ വേണ്ടല്ലോ. എൻ്റെ പെണ്ണിനെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എനിക്ക് എന്തു നോക്കാനാ? അതിലും വലുതായി ഞാൻ പിന്നെന്തിനാ മറ്റുള്ളവരെ രക്ഷിക്കുന്നത്? നീ വിഷമിക്കണ്ടടാ, ഏട്ടനില്ലേ കൂടെ എന്ന് കാർത്തിക് പറയുമ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുകൊണ്ട് അവളൊന്ന് മൂളി. ഞാൻ വിളിക്കാം കേട്ടോ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നീ അതൊക്കെ മറന്ന് ഹാപ്പി ആയിട്ടിരിക്കെ. ബാക്കി ഏട്ടൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് കാർത്തിക് ഫോൺ വെച്ചു.
കീർത്തിയെപ്പറ്റി ആലോചിക്കുമ്പോൾ പോലും ഹരിതയ്ക്ക് അവളുടെ ഉള്ളിൽ നിന്ന് ദേഷ്യവും വെറുപ്പും നുരഞ്ഞു പൊന്തിക്കൊണ്ടിരുന്നു. കാർത്തിക്കിന്റെ ഫോൺ കട്ട് ചെയ്ത് അവൾ മെല്ലെ കട്ടിലിലേക്ക് കിടന്നു. മനസ്സിൽ മുഴുവൻ ഇതുവരെ താൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാമായിരുന്നു. കൂടെ കാർത്തിക്കിന്റെ ചിരിക്കുന്ന മുഖവും. അത് അവൾക്ക് ജീവിക്കാനുള്ള പ്രേരണ കൊടുത്തുകൊണ്ടിരുന്നു. അവൻ ഫോൺ ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവളുടെ നെഞ്ചിനുള്ളിലെ പകുതി ഭാരവും പേടിയും ഒഴിഞ്ഞ പോലെ എന്തെന്നില്ലാത്ത ആശ്വാസം അവൾക്ക് തോന്നി. സത്യത്തിൽ കീർത്തിക്ക് ഒരു രഹസ്യക്കാരനുണ്ടായിരുന്നു. അവനെ ഫോൺ ചെയ്യൽ മാത്രമായിരുന്നു ആദ്യമൊക്കെ അവളുടെ പണി. പിന്നീട് അവൻ്റെ കൂടെ കറങ്ങാൻ പോക്കും തുടങ്ങി. പല സ്ഥലങ്ങളിലും വെച്ച് അവൻ്റെ കൂടെ പലരും അവളെ കാണാൻ തുടങ്ങി. അളിയൻ നാട്ടിലില്ലാത്തത് സൗകര്യമായി എടുത്തുകൊണ്ട് അവൾ ചുറ്റിക്കളി തുടർന്നു. 1-2 പ്രാവശ്യം വീട്ടിലേക്ക് പതുങ്ങി വന്നത് വീടിൻ്റെ തൊട്ടടുത്തുള്ള കാർത്തിക്കിൻ്റെ വല്യച്ഛൻ്റെ വീട്ടുകാർ കണ്ടിട്ടുണ്ട്. അന്ന് അവനെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ഇനി ഒരു അവസരത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കീർത്തി എല്ലാം ബുദ്ധിപൂർവമായിരുന്നു കരുക്കൾ നീക്കിയത്. ആരുമില്ലാത്ത സമയം നോക്കി എല്ലാം സേഫ് ആക്കിക്കൊണ്ട് അവളുടെ ശരീരസുഖത്തിനായി അവനെ വിളിച്ചു വരുത്തും. അതും എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം. അമ്മ രാത്രി ഉറങ്ങാൻ കയറി കിടന്നാൽ പിന്നെ ബോധമുണ്ടാവില്ല എന്ന് കീർത്തിക്ക് വ്യക്തമായി അറിയാം. പിന്നെ ഹരിതയുടെയും കാർത്തിക്കിൻ്റെയും മുറിയാണെങ്കിൽ മുകളിലാണ്. രാത്രി കിടക്കാനായി ഹരിത മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെയേ താഴേക്ക് വരൂ. എല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് കീർത്തി അന്ന് അവനെ വിളിച്ചു വരുത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ പിടിക്കപ്പെട്ടു. കാർത്തിക്കിന്റെ വല്യച്ഛന്റെ വീട്ടുകാർ ഇതെല്ലാം ഒരിക്കൽ കാർത്തിക്കിനോട് പറഞ്ഞിരുന്നു. എന്നാൽ കെട്ടിച്ചുവിട്ട പെങ്ങളുടെ ഭാവി തകരാതിരിക്കാനായി അളിയനെ ഒന്നും അറിയിക്കാതെ അവരെ പറഞ്ഞൊതുക്കിയത് കാർത്തിക് തന്നെയായിരുന്നു. എല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ കീർത്തിയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അളിയൻ അതൊരു ഷോക്കാവുമെന്നും അന്യനാട്ടിൽ വെച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നൊക്കെ കാർത്തിക് ഭയപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ സ്വഭാവം ഇത്തരത്തിലൊക്കെ വളരെ മോശമാണെന്നറിഞ്ഞതും പിന്നെ ഒന്നും അറിയാത്ത ഹരിതയെ കുറ്റക്കാരിയാക്കിയതും കൂടെ ആയപ്പോൾ കാർത്തിക്കിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവൻ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. മറ്റൊരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റുന്ന ഒരുത്തിയായാണ് ഹരിതയെ അളിയൻ കാണുന്നതെന്ന് മനസ്സിലാക്കിയ കാർത്തിക് അവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം ചെയ്തു വെച്ച കീർത്തിയെ നല്ലവളായും ഒന്നും അറിയാത്ത പാവം ഹരിതയെ കുറ്റക്കാരിയായും മറ്റൊരാൾ കരുതുന്നത് ശരിയല്ല എന്ന് കാർത്തിക്കിന് തോന്നി. അതുകൊണ്ട് തന്നെ അതുവരെ പെങ്ങളെ സംരക്ഷിക്കാൻ നോക്കി അവന് പിന്നെ കീർത്തിയെക്കുറിച്ച് ഒന്നും മറച്ചു വെക്കാൻ തോന്നിയില്ല. സത്യസന്ധനായ പോലീസുകാരനായ കൂടപ്പിറപ്പിനെ പോലെ കാണുന്ന കാർത്തിക് പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും ദുബായിലുള്ള അവളുടെ ഭർത്താവിന് കഴിയുമായിരുന്നില്ല. കൂട്ടത്തിൽ കാർത്തിക്കിന്റെ വല്യച്ഛന്റെ വീട്ടുകാരും വിളിച്ച് സംഭവം ശരിയാണെന്ന് അളിയനെ ബോധ്യപ്പെടുത്തി. എല്ലാം കേട്ട് കഴിഞ്ഞ് കീർത്തിയുടെ ഭർത്താവ് അവളെ ഫോണിൽ വിളിച്ചു ആവശ്യത്തിന് വഴക്ക് പറഞ്ഞു. നീ ഇനി നിന്റെ അമ്മയുടെ കൂടെ നിന്റെ അവിഹിതമൊക്കെ തുടർന്ന് അവിടെ തന്നെ അങ്ങ് നിന്നാൽ മതി. എനിക്ക് നിന്നെപ്പോലെ ഒരുത്തിയെ വേണ്ട. നിനക്ക് വേണ്ടിയല്ലേടി ഞാൻ രാപ്പകലില്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ദയ പോലും എന്നോട് കാണിക്കാതെ അവിടെ മറ്റൊരുത്തനെ വിളിച്ചു കയറ്റി സുഖിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കും ഇവിടെ ആരെങ്കിലുമൊക്കെ വിളിച്ചു കൂടെ കിടത്തിക്കൂടെ? ഞാൻ ഇവിടെ എന്തൊക്കെ തോന്നിവാസം കളിച്ചാലും അവിടെ നീയാണെങ്കിൽ അറിയുകയുമില്ല. എന്നിട്ടും താലി കെട്ടിയ പെണ്ണിനെ ചതിക്കാൻ കഴിയാത്തതുകൊണ്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട്, എൻ്റെ മനസാക്ഷി കൊണ്ട് ഞാൻ നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ ഇന്നുവരെ മറ്റൊരു കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ട് എൻ്റെ പൈസയും വാങ്ങിവെച്ച് നീ അവിടെ അഴിഞ്ഞാടുകയാണെന്ന് ഞാൻ അറിയാൻ വൈകിപ്പോയി. അതുകൊണ്ട് ഇനി എനിക്ക് നിന്നെ വേണ്ട. ഞാൻ നാട്ടിലെത്തിയാൽ ഉടനെ നീയുമായിട്ടുള്ള ബന്ധം തീർക്കാനുള്ള കാര്യം നോക്കും. നീ ഇനി അവിടെ നിന്ന് അമ്മയുടെ കൂടെ മറ്റവനെയും വിളിച്ച് അങ്ങനെ തന്നെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ അവൻ ഫോൺ കട്ടാക്കി. പിന്നെ കുറേ നേരം റൂമിലിരുന്ന് കരഞ്ഞു. ശേഷം അവൻ പിന്നെ വിളിച്ചത് ഹരിതയുടെ ഫോണിലേക്കാണ്. അവളോട് കാര്യം അറിയാതെ പറഞ്ഞു പോയതിനൊക്കെ അവൻ മാപ്പ് പറഞ്ഞു. എനിക്ക് കീർത്തി എന്ന് വെച്ചാൽ ജീവനായിരുന്നു. അവളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ ഒരു ദൈവാധീനം കൊണ്ട് ഹരിത ഇപ്പോൾ കണ്ടതുകൊണ്ടാണ് എനിക്കെല്ലാം അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് വല്യച്ഛൻ്റെ വീട്ടുകാരും എന്നെ വിളിച്ചിരുന്നു. അവർ കുറേ ആയിട്ട് ഇത് കാണുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ചതിച്ചതല്ലേ ആ നശിച്ചവൾ എന്നെ? എന്തിനാണ് എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യ? കീർത്തിയുടെ ഭർത്താവ് ഓരോന്നൊക്കെ പറയുമ്പോൾ തിരിച്ചെന്ത് പറയണമെന്ന് ഹരിതയ്ക്ക് അറിയില്ലായിരുന്നു. അവൻ കരഞ്ഞുകൊണ്ട് പിന്നെയും പറഞ്ഞു, കാർത്തിക് എന്ന് വെച്ചാൽ എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ കീർത്തിയുടെ ഏട്ടനായിട്ടല്ല, എൻ്റെ സ്വന്തം ഏട്ടനായിട്ട് മാത്രമേ കാർത്തിക്കിനെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. കീർത്തിയും അമ്മയും ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ കാർത്തിക്കിനെ ഹരിത ചതിക്കുകയാണെന്ന് കരുതിയാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയത്. അതൊരിക്കലും ഹരിതയോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല, കാർത്തിക്കിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. ഒന്നും വിചാരിക്കരുത്, ക്ഷമിക്കണം. കാർത്തിക്കിനെ പോലെ ഒരു അളിയനെ നഷ്ടപ്പെടുത്തുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ കീർത്തിയെപ്പോലെ ഒരു ഭാര്യയെ എനിക്ക് വേണ്ട. മറ്റെന്തും ഞാൻ സഹിക്കുമായിരുന്നു. ഭർത്താവില്ലാത്തപ്പോൾ മറ്റൊരുത്തനെ വിളിച്ചു കയറ്റുന്ന അവളെ ഞാൻ ഇനി എന്തിൻ്റെ പേരിലാണ് വിശ്വസിക്കേണ്ടത്? എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ടാക്കി. ശേഷം കാർത്തിക്കും വിളിച്ച് ഹരിതയെ സമാധാനിപ്പിച്ചു. നീ ഇനി ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ നാളെ അങ്ങോട്ട് വരാൻ കേട്ടോ. എനിക്ക് അവളെ കണ്ട് 2 വാക്ക് പറയാനുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അവളെയും അമ്മയെയും ഫോൺ വിളിച്ചിട്ടില്ല. ഫോണിലൂടെ പറഞ്ഞാൽ ശരിയാവുന്ന കാര്യമല്ല ഇത്. ഞാൻ നാളെ വരാം. അതുവരെ നീ ഒന്ന് സഹിച്ചു പിടിക്കണം. എന്തു പറഞ്ഞാലും അത് മൈൻഡാക്കാൻ പോകേണ്ട.
ഏട്ടൻ നാളെ വരാം കേട്ടോ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് കാർത്തിക് ഫോൺ കട്ടാക്കി. എന്നാൽ ഈ സംഭവത്തോടെ അമ്മയ്ക്കും കീർത്തിക്കും ഹരിതയോട് തോന്നിയ ദേഷ്യം എന്നത്തേക്കാളും വലുതായിരുന്നു. അവളാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് പറഞ്ഞ് കീർത്തി അമ്മയുടെ മടിയിൽ കിടന്നു കരഞ്ഞു. വെറും സ്വാർത്ഥയായ ആ അമ്മയ്ക്ക് സ്വന്തം മോള് ഭർത്താവിനെ ചതിച്ചതോ മറ്റൊരുത്തനെ വീട്ടിൽ വിളിച്ചു കയറ്റിയതിനോ ഒന്നിനും ദേഷ്യം തോന്നിയില്ല. അതൊന്നും ഒരു തെറ്റായി അവർ കണ്ടതുമില്ല. എൻ്റെ മോളെ പറ്റി കുറ്റം പറയാൻ അവൾ ആരാ? എൻ്റെ മോൾ ആരെയെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കെന്താ? എൻ്റെ മോൾ അവളുടെ വീട്ടിലേക്ക് അവൾക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും. അതിന് ഇവൾക്കെന്താ? ഇവൾ ആരാ, ഇവിടുത്തെ തമ്പുരാട്ടിയോ? അതിന് കൂട്ടുപിടിക്കാൻ അപ്പുറത്ത് വെല്ലിച്ചൻ്റെ വീട്ടിലുള്ള ആ നശിച്ചവരും നിൽക്കണോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കലി തുള്ളുകയായിരുന്നു. എന്നാൽ റൂമിൽ ഹരിത കാർത്തിക് നാളെ വരാമെന്ന് പറഞ്ഞ സന്തോഷത്തിൽ കിടക്കുകയായിരുന്നു. കട്ടിലിൽ അങ്ങനെ കിടക്കുകയായിരുന്നു അവൾക്ക് പെട്ടെന്ന് എന്തോ പോലെ ഛർദ്ദിക്കാൻ തോന്നി. അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഛർദ്ദിച്ചു മുഖം കഴുകി വന്ന് കട്ടിലിരുന്നു. കുറച്ചു ദിവസമായി എന്തോ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ ഹരിതയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. അവൾ മെല്ലെ എഴുന്നേറ്റ് പോയി കലണ്ടറിലേക്ക് നോക്കി. പീരീഡ്സ് തെറ്റിയിട്ട് കുറച്ചു ദിവസമായി. അവൾ അവളുടെ വയറിൽ മെല്ലെ കൈവച്ചു നോക്കി. ചെറിയൊരു സംശയം അവൾക്കപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. കാർത്തിക് ജോലിക്ക് പോകുന്നതിൻ്റെ മുൻപ് അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചു വെച്ച പ്രഗ്നൻസി കിറ്റ് ഉണ്ടായിരുന്നു അവിടെ. ഒരാഴ്ച മുൻപ് ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടെ ആയല്ലോ. എന്തായാലും ഒന്ന് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ച് അവൾ ബാത്റൂമിൽ പോയി യൂറിൻ എടുത്തു നോക്കിയപ്പോൾ അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഹരിത ഗർഭിണിയാണ്. അവളുടെ എല്ലാമായ കാർത്തിക്കിൻ്റെ കുഞ്ഞ്. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പ്രഗ്നൻസി കിറ്റിലെ 2 വരയ്ക്ക് മുകളിലായി വീണു. അത് തീർത്തും സന്തോഷത്തിൻ്റെതായിരുന്നു. പിന്നെ ഒട്ടും താമസിക്കാതെ അവൾ വേഗം തന്നെ ഫോൺ എടുത്തു കാർത്തിക്കിനെ വിളിച്ചു. കാർത്തിക് അപ്പോൾ കോട്ടേഴ്സിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഹരിതയുടെ ഫോൺ കോൾ വന്നപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്തു. എന്തുപറ്റി, നീ ഉറങ്ങിയില്ലേ? ആ വിഷയം ഇതുവരെ തീർന്നില്ലേ? കാർത്തിക് ചോദിച്ചു. ഏട്ടാ, അതല്ല, ഞാൻ മറ്റൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഹരിത ഇത് പറഞ്ഞപ്പോൾ കാർത്തിക് ചോദിച്ചു, ശരിക്കും? സത്യമാണോ? സത്യമാണ് ഏട്ടാ. അന്ന് നോക്കിയപ്പോൾ നെഗറ്റീവായിരുന്നു. എന്നാലും എനിക്കിപ്പോൾ എന്തൊക്കെയോ ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസമായല്ലോ എന്ന് കരുതി ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ പോസിറ്റീവാണ്. ഛേ, ഞാൻ അവിടെ ഇല്ലാതായിപ്പോയി എന്ന് പറഞ്ഞ് കാർത്തിക് പൊട്ടിച്ചിരിച്ചു. എന്തുപറ്റി ഇങ്ങനെ ചിരിക്കാൻ? അവൾ ചോദിച്ചു. പിന്നെ ചിരിക്കാതെ, ഇത് ചില്ലറ കാര്യം വല്ലതുമാണോ? ആദ്യമായിട്ടൊരു അച്ഛനാകാൻ പോവുകയല്ലേ? നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൻ വീണ്ടും ചോദിച്ചു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേട്ടാ. ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ എന്തോ പെട്ടെന്ന് ഛർദ്ദിച്ചു. അപ്പോഴൊന്ന് കിറ്റ് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത്. നന്നായി. നീ എന്തായാലും നന്നായി റെസ്റ്റ് എടുക്കുക കേട്ടോ. ഞാൻ നാളെ അങ്ങ് വേഗം എത്തിയേക്കാം. പിന്നെ അമ്മയോടും കീർത്തിയോടും ഒന്നും ഇത് പറയാൻ നിൽക്കണ്ട. നീ അവരുടെ ഭാഗം നോക്കാനേ പോകണ്ട. വെറുതെ ഇനി ഇത് അറിയിക്കണ്ട. എനിക്കെന്തോ അവരെ ഇപ്പോൾ വല്ലാത്തൊരു പേടി. നീ എന്തായാലും ടെസ്റ്റ് ചെയ്ത കാർഡ് ഫോട്ടോ എടുത്ത് എനിക്കൊന്ന് വാട്സപ്പിൽ അയക്കുമോ? ഞാൻ അവിടെ നിന്റെ അടുത്തില്ലെങ്കിലും ഫോട്ടോയെങ്കിലും ഒന്ന് കാണട്ടെ. ശരി ഏട്ടാ, ഞാൻ വാട്സപ്പിൽ വരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവൾ ഫോൺ വെച്ചു. ശേഷം ഹരിത ടെസ്റ്റ് ചെയ്ത കാർഡ് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം സ്നേഹത്തോടെ ചാറ്റ് ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ കാർത്തിക്കിന് ഇത് അറിഞ്ഞിട്ട് കിടക്കാനും ഇരിക്കാനും കഴിയുന്നില്ലായിരുന്നു. അവൻ പുലർച്ചെ തന്നെ അവളെ വീണ്ടും ഫോൺ വിളിച്ചു. അപ്പോൾ ഹരിത നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ ഉറക്കച്ചടവോടെ ഫോൺ എടുത്തു. ഹരിത, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കാർത്തിക് വീണ്ടും ചോദിച്ചു. ഇല്ല ഏട്ടാ, ഒന്നുമില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഹരിത ചിരിയോടെ പറഞ്ഞു. ആണോ? ഞാൻ എന്തായാലും ഇന്ന് ലീവാണ്. ഞാൻ വേഗം അങ്ങ് എത്തിയേക്കാം കേട്ടോ. എനിക്ക് നിന്നെ കാണാൻ കൊതിയായിട്ട് വയ്യ. പിന്നെ ഇത് കേട്ടിട്ട് ഇവിടെ ഇരിക്കാനും കഴിയുന്നില്ല. ഈ ഏട്ടൻ്റെ ഒരു കാര്യം, ഏട്ടൻ ശ്രദ്ധിച്ചൊക്കെ പതുക്കെ വന്നാൽ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹരിത പറഞ്ഞു. ശരി, എന്നാൽ ഞാൻ വേഗം എത്താം. ശേഷം അവൻ ഇന്ന് ലീവാണെന്ന കാര്യം സ്റ്റേഷനിലെ കോൺസ്റ്റബിളിനെ വിളിച്ചു പറഞ്ഞു. സന്തോഷത്തോടെ അവൻ വേഗം ഹരിതയെ കാണാനായി കണ്ണൂരിലേക്ക് തിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ഹരിത ഈ സന്തോഷ വാർത്ത അവളുടെ അമ്മയെ ഫോൺ വിളിച്ചു പറയുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ റൂമിൻ്റെ അടുത്തുകൂടെ പോയ കീർത്തി ഇത് കേട്ടു. കീർത്തി വേഗം ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു. ആണോ മോളെ, നീ പറഞ്ഞത് ശരിയാണോ? അമ്മ ചോദിച്ചു. അതെ അമ്മേ, ഞാൻ കേട്ടതാ, കീർത്തി പറഞ്ഞു. അപ്പോൾ അമ്മ ഒന്നും പറയാതെ കുറച്ചു നേരം അങ്ങനെ നിന്നു. അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? കീർത്തി ചോദിച്ചു. ഇനി മോന് കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അമ്മ പാടെ അങ്ങോട്ട് ചരിഞ്ഞോ? എന്തായാലും എൻ്റെ ജീവിതം തകർത്തില്ലേ എല്ലാവരും കൂടെ. ഇനി കുടുംബവും കുട്ടികളുമായിട്ട് നിങ്ങളൊക്കെ അങ്ങ് സുഖിച്ചോ. അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ ചെന്നൊരു ഗ്ലാസ് പാലും എടുത്ത് അമ്മ ഹരിതയുടെ മുറിയിലേക്ക് പോകാനായി നടക്കുമ്പോഴാണ് ഹരിത ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായി അടുക്കളയിലേക്ക് വന്നത്. അവൾ അവരെ പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ പിന്നെ വരാമെന്ന് കരുതി തിരിച്ചു നടക്കുമ്പോഴാണ് അവർ ഹരിതയെ വിളിച്ചത്. മോളെ, ഞാൻ മോൾക്കിത് തരാനായി മുറിയിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് അമ്മയെ കയ്യിൽ പാൽ ഗ്ലാസുമായി കണ്ട ഹരിത ഞെട്ടിപ്പോയി. അമ്മ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെന്ന് പാലിൻ്റെ ഗ്ലാസ് അവിടെ വെച്ചു. ശേഷം സ്നേഹത്തോടെ അവളുടെ മുടിയിൽ ഒന്ന് തലോടി.
എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഹരിത അങ്ങനെ നിന്നു. മോള് ഗർഭിണിയാണെന്ന് എന്താ അമ്മയോട് പറയാതിരുന്നത്? അമ്മ അപ്പുറത്തെ മുറിയിൽ ഇസ്തിരിപ്പെട്ടി എടുക്കാൻ പോകുമ്പോഴാ മോള് ഫോണിൽ പറയുന്നത് കേട്ടത്. പറയാമായിരുന്നില്ലേ? അവർ അങ്ങനെ ചോദിച്ചപ്പോൾ ഹരിത അവരോടൊന്നും പറഞ്ഞില്ല. അമ്മ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അതൊക്കെ ശരിയാണ് എന്നു കരുതി എൻ്റെ മോനുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് എന്തായാലും എൻ്റെ പേരക്കുട്ടിയല്ലേ. ആ സ്നേഹം എനിക്ക് അതിനോട് കാണാതിരിക്കില്ലല്ലോ. മോൾ ഇത് കുടിക്കുക എന്ന് പറഞ്ഞ് പാല് കൊടുത്ത ശേഷം സാരി തലപ്പ് കൊണ്ട് കണ്ണീരൊപ്പി അവർ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. ഹരിത പാൽ ഗ്ലാസ് അടുക്കളയിൽ ഒരു സൈഡിൽ വെച്ച് റൂമിൽ പോയി ഫോൺ എടുത്ത് കാർത്തിക്കിനെ വിളിച്ചു. കാർത്തിക് അപ്പോൾ ഡ്രൈവിംഗിലായിരുന്നു. എന്നാലും ഹരിത വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുത്തു. അവൾ അപ്പോൾ അമ്മ വന്നു പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അമ്മയുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തണുക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. എന്നാലും ആദ്യമായിട്ടൊരു പേരക്കുട്ടി ഉണ്ടാകാൻ പോകുന്നതിൻ്റെ ആയിരിക്കുമോ ഇനി? അതുകൊണ്ട് മനസ്സ് മാറിക്കാണുമോ? ആർക്കറിയാം. ഞാൻ എന്തായാലും വേഗം എത്തിക്കോളാം. ഇനി എന്തൊക്കെ സ്നേഹം കാണിച്ചാലും അടുപ്പം കാണിച്ചാലും കുറച്ചു ദിവസം കൊണ്ട് അവർ നിന്നോട് ചെയ്തു കൂട്ടിയതിനൊന്നും പകരമാവില്ലല്ലോ. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് അമ്മയോട് ഇപ്പോഴും വെറുപ്പ്. എന്തായാലും നിന്നെ ഇനി അവിടെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അവസ്ഥയിൽ അവിടെ നിർത്തിയാൽ എനിക്ക് സമാധാനം കിട്ടില്ല. പ്രസവം കഴിയുന്നവരെ നിന്റെ വീട്ടിൽ നിർത്താം. അതാവുമ്പോൾ പേടിക്കാനില്ലല്ലോ. നീ എന്തായാലും ശ്രദ്ധിക്ക്, കാർത്തിക് പറഞ്ഞു. അമ്മയുടെ സമീപനം കണ്ടപ്പോൾ പെട്ടെന്ന് എന്തോ എല്ലാം കലങ്ങി തെളിയും പോലെ ഹരിതയുടെ മനസ്സ് പറഞ്ഞു. പെട്ടെന്നാണ് അടുക്കളയിൽ നിന്നൊരു ശബ്ദം കേട്ടത്. അവൾ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അമ്മ തന്ന പാല് പൂച്ച തട്ടി മറിച്ചിട്ടിട്ട് കുടിക്കുന്നുണ്ട്. ഹരിതക്കപ്പോൾ ഉള്ളിലൊരു ഭയം കടന്നുകൂടി. തട്ടിമറിച്ചത് അമ്മ കണ്ടാൽ വഴക്കു പറയുമോ എന്ന്. പെട്ടെന്നാണ് പൂച്ച അപ്പുറത്തേക്ക് പോയതും അവിടെ വീണു പിടയാൻ തുടങ്ങിയതും. അതോടെ എന്തൊക്കെയോ സംശയം അവളുടെ ഉള്ളിൽ കയറിക്കൂടി. ആ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്ന അല്പം പാൽ അവൾ എടുത്തു വെച്ചു. പൂച്ചയുടെ മരണവെപ്രാളം ഫോണിൽ ഷൂട്ട് ചെയ്തു. ശേഷം അമ്മയുടെ അരികിൽ പോയി അവൾ ദേഷ്യത്തോടെ ചോദിച്ചു, സ്വന്തം മോന്റെ കുഞ്ഞിനെയും എന്നെയും കൊല്ലാൻ വേണ്ടിയാണോ നിങ്ങൾ ഇതിൽ വിഷം കലർത്തിയത്? നിങ്ങളൊക്കെ ഒരു അമ്മയാണോ? ഹരിതയ്ക്ക് ഏകദേശം എല്ലാത്തിനും ഒരു രൂപം കിട്ടിയിരുന്നു. ഹരിതയെ കാർത്തിക്കിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അവർ എല്ലാ പരിപാടിയും നോക്കിയിരുന്നു. ഇപ്പോൾ അവൾ ഗർഭിണിയാണെന്ന് കൂടി അറിഞ്ഞതും അവർക്ക് മനസ്സിലായി അതത്ര എളുപ്പമല്ല എന്ന്. ഹരിത വീട്ടിലേക്ക് കൂടി പോയാൽ പിന്നെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞതുകൊണ്ട് അവർ മുന്നും പിന്നും നോക്കാതെ ചെയ്ത പണിയാണത്. ഹരിത അപ്പോൾ തന്നെ വാട്സപ്പിൽ വീഡിയോ അയച്ചു കൊടുത്തു. ശേഷം കാർത്തിക്കിനെ വിളിച്ചു. എല്ലാം കേട്ട കാർത്തിക് ഞെട്ടിത്തരിച്ചുപോയി. പേടിച്ചു വിറച്ച ഹരിതയെ അവൻ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കല്ലേ. പെട്ടെന്ന് വലിയച്ഛൻ്റെ വീട്ടിലേക്ക് മാറിക്കോ. ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാറിൻ്റെ സ്പീഡ് മാക്സിമം കൂട്ടി. എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഹരിത ഇത് കാർത്തിക്കിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കേസാക്കുമെന്ന് ഉറപ്പാ. ഇനിയുള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് അവർ അവസാന അടവെന്ന പോലെ അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു. ഒന്നും കേൾക്കാൻ നിൽക്കാതെ പേടിയോടെ ഹരിത തൊട്ടടുത്തുള്ള വല്യച്ഛൻ്റെ വീട്ടിലേക്ക് ഓടി. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഹരിത അവളെ തന്നെ സ്വയം നഷ്ടപ്പെട്ടിരുന്നു. വല്യച്ഛൻ്റെ വീട്ടിലെത്തി ഹരിത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ കേൾക്കുന്നത് സത്യമാണോ എന്നറിയാതെ ഷോക്കായിപ്പോയി. ഒരു പെറ്റ തള്ളക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് കാർത്തിക്കിന്റെ വല്യമ്മ ചോദിച്ചു. പേടിച്ചു വിറച്ച ഹരിതയ്ക്ക് വല്യമ്മ വേഗം വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. അത് വാങ്ങി കുടിച്ച ശേഷം അവൾ അവിടെ മേശപ്പുറത്ത് തല വെച്ച് കിടന്ന് കുറേ കരഞ്ഞു. കരയല്ല മോളെ, എല്ലാം ഒരു വിധിയാണ്. എന്തായാലും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ, മോള് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ അവർ അവൾക്കരികിൽ നിന്ന് സമാധാനിപ്പിച്ചു. ശേഷം വല്യച്ഛൻ ഫോൺ എടുത്ത് കാർത്തിക്കിനെ വിളിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഇന്ന് വന്നിട്ട് ഇതിനെന്തായാലും ഒരു പരിഹാരം കാണണം. നിന്റെ അമ്മയും പെങ്ങളും ആണെന്ന് വെച്ച് ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല. നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആര് സമാധാനം പറയുമായിരുന്നു? അതിൻ്റെ അച്ഛനും അമ്മയും അതിനെ ഇത്രത്തോളം വളർത്തി വലുതാക്കി നിനക്ക് കല്യാണം കഴിച്ചു തന്നത് നിന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലാനാണോ? എല്ലാം കേട്ട് കാർത്തിക്കിന് അവൻ്റെ ദേഷ്യം ഇരട്ടിച്ചിരുന്നു. അവൻ എന്താ വന്നാൽ ചെയ്യുക എന്ന് അവന് തന്നെ ഒരു പിടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞ് കാർത്തിക്കിൻ്റെ കാർ നേരെ വന്ന് വലിയച്ഛൻ്റെ വീടിന് മുൻപിൽ നിന്നു. അവൻ അകത്തേക്ക് കയറിയതും അവിടെ ഇരുന്ന് കരയുകയായിരുന്ന ഹരിത ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഒന്നുമില്ലടാ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് കാർത്തിക് അവളുടെ തലയിൽ തഴുകി കൊടുത്തു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല മോനെ, നീ കേസാക്കണം. കുറച്ചു കാലം അകത്തു കിടക്കട്ടെ. മറ്റേതെങ്കിലും ആൺകുട്ടികൾ നോക്കുന്ന പോലെയാണോ നീ നിന്റെ അമ്മയെയും പെങ്ങളെയും നോക്കിക്കൊണ്ട് നടന്നത്? നീ അധ്വാനിച്ച പൈസ മുഴുവൻ ആ വീടിനും അമ്മയ്ക്കും പെങ്ങൾക്കും വേണ്ടിയല്ലേ ചിലവാക്കിയത്? മാന്യമായി അവളുടെ കല്യാണം നടത്തി കൊടുത്തു. എന്നിട്ട് അതൊക്കെ ആ പെണ്ണ് കളഞ്ഞു കുടിച്ചില്ലേ? എന്നിട്ടിപ്പോൾ അതും പോരാഞ്ഞ് നിന്നെയും നിന്റെ ഭാര്യയെയും ജീവിക്കാൻ വിടില്ല എന്നുകൂടി പറഞ്ഞാൽ ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഭാഗ്യത്തിനല്ലേ ഈ കുഞ്ഞിപ്പോൾ രക്ഷപ്പെട്ടത്. ആ പൂച്ച പിടഞ്ഞു ചാവുന്നത് അവൾ ഫോണിൽ കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ തന്നെ പേടിച്ചിരിക്കുക. നീ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. കാർത്തിക് അപ്പോഴും ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു.
നീ ദൂരെ നിന്നും വരുന്നതല്ലേ, ഇരിക്കി, ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് വല്യമ്മ അടുക്കളയിലേക്ക് പോകുമ്പോൾ കാർത്തിക് പറഞ്ഞു, ഒന്നും വേണ്ട വല്യമ്മേ, എനിക്കിതൊക്കെ കേട്ടിട്ട് തന്നെ എന്തൊക്കെയോ ആകുന്നു. എനിക്കൊരു ഗ്ലാസ് പച്ചവെള്ളം മാത്രം മതി എന്ന് പറഞ്ഞ് അവൻ അവരുടെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം വാങ്ങി കുടിച്ചു. ശേഷം കാർത്തിക്കും ഹരിതയും വല്യമ്മയും വല്യച്ഛനും കൂടെ അവരുടെ വീട്ടിലേക്ക് നടന്നു. അവർ അകത്തേക്ക് കയറിയപ്പോൾ അമ്മയും കീർത്തിയും സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ച് ഡൈനിങ് ഹാളിൽ ഇരിക്കുകയായിരുന്നു. കാർത്തിക്കിനെ കണ്ടപാടെ പേടിയോടെ അവർ രണ്ടുപേരും എഴുന്നേറ്റ് നിന്നു. അവൻ ഹരിതയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെയും കീർത്തിയുടെയും മുന്നിലേക്ക് ചെന്നു. ശേഷം അവര് രണ്ടുപേരെയും നോക്കി. അമ്മ അവന്റെ മുഖത്തു നോക്കാൻ ശക്തിയില്ലാതെ പിടിക്കപ്പെട്ട കള്ളിയെ പോലെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. കാർത്തിക് അപ്പോൾ അമ്മയോട് ചോദിച്ചു, നിങ്ങൾക്കെന്താ മുഖത്തു നോക്കാൻ ഒരു മടി? നിങ്ങളൊരു പെറ്റ തള്ള തന്നെയാണോ? നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പറയാൻ വരെ എനിക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങൾ മറ്റു വീടുകളിലൊക്കെ ഒന്ന് പോയി നോക്ക്. അവിടെയുള്ള അമ്മമാരൊക്കെ മോൻ്റെ കുട്ടികളെ പൊന്നുപോലെ സ്നേഹിച്ചു കൊണ്ടു നടന്നാണ് വളർത്തുന്നത്. അതേ സ്ഥാനത്ത് നിങ്ങളോ? എൻ്റെ കുഞ്ഞു വരാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് ഒരു ദിവസം പോലും തികച്ചായില്ല. മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാൻ പോലും സമയമായില്ല. അതിൻ്റെ മുഖം പോലും ഒന്ന് കാണുന്നതിന് മുൻപ് അതിനെ കൊല്ലാൻ നോക്കിയ നിങ്ങളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? മൃഗങ്ങൾ ഇതിനേക്കാൾ ഭേദമാണല്ലോ. നീ ഒന്നും നോക്കാതെ കേസ് എടുക്കുമോനെ, വല്യച്ഛൻ അമ്മയുടെയും കീർത്തിയുടെയും മുൻപിൽ വെച്ച് തന്നെ പറഞ്ഞു. എന്തിനു വല്യച്ഛ? കാർത്തിക് പറഞ്ഞു. കേസ് കൊടുത്ത് ജയിലിൽ ഇട്ടിട്ട് എന്താ കാര്യം? ഇവരെയൊക്കെ ശിക്ഷിച്ചാലും ഇവരൊക്കെ നന്നാവുമോ? ഇത്രയും ദുഷ്ടത്തരം ഇവരുടെ ഉള്ളിലിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ഓരോ ദ്രോഹം ഇവരെൻ്റെ ഹരിതയോട് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ കരുതി അതൊക്കെ എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് പറഞ്ഞു പോകുന്നതും ചെയ്തു പോകുന്നതുമാണെന്ന്. എന്നാൽ ഇതങ്ങനെയാണോ? എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ മാത്രം ഒന്നും അറിയാത്ത ആ പാവം ഇവരോട് എന്ത് ചെയ്തു? കാർത്തിക് കണ്ണുനീർ തുടച്ചു. ഇനി ഒന്നുമില്ല, ഇന്നത്തോടെ തീർന്നു ഞാനും ഇവരുമായിട്ടുള്ള ബന്ധം. ഇന്നു മുതൽ എനിക്ക് അമ്മയുമില്ല പെങ്ങളുമില്ല. കിടപ്പിലായാൽ പോലും തിരിഞ്ഞു നോക്കില്ല ഞാൻ ഇവരെ. ശേഷം അവൻ കീർത്തിയെ നോക്കിയിട്ട് വല്യച്ഛനോട് പറഞ്ഞു, ഇവള് കാട്ടിക്കൂട്ടിയതൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? താലി കെട്ടിയ ഭർത്താവ് ഒരു അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവളിവിടെ വേറെ ഏതോ ഒരുത്തനെ വിളിച്ചു കയറ്റുന്നു. നിന്നെ ഇനി അവൻ എന്തായാലും തിരികെ കൊണ്ടുപോവില്ല. അമ്മയ്ക്കും മോൾക്കും കൂടെ ഇവിടെ സുഖമായി കഴിയാം. ഞാനും ഇനി ഈ ഭാഗം തിരിഞ്ഞു നോക്കില്ല. ന്യായീകരണം പോലെ എന്തോ ഒന്ന് പറയാനായി കീർത്തി വാ തുറന്നപ്പോഴേക്കും അവളുടെ മുഖത്ത് കാർത്തിക്കിന്റെ കൈ വീണിരുന്നു. അടിയുടെ ശബ്ദം കേട്ട് അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നിരുന്ന ഹരിത ഒന്ന് ഞെട്ടിപ്പോയി. ശേഷം കാർത്തിക് ഹരിതയെ ചേർത്ത് പിടിച്ച് മറുകൈ കൊണ്ട് ഒന്നുകൂടെ കീർത്തിയുടെ മുഖത്ത് ആഞ്ഞടിച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ട കള്ളന്മാരെയും തെമ്മാടികളെയും ഒക്കെ തല്ലുന്ന കയ്യാ ഇത്. ഇതുകൊണ്ട് വേണ്ട പോലെ കിട്ടിയാൽ നീ പിന്നെ എഴുന്നേൽക്കില്ല. കൽപ്പണിക്കും കൂലിപ്പണിക്കും സിമന്റ് കുഴയ്ക്കാനും ഒക്കെ പോയി ഞാൻ പഠിപ്പിച്ചതല്ലേടി നിന്നെ. ജോലി കിട്ടിയപ്പോൾ എൻ്റെ ഉള്ള സമ്പാദ്യം മുഴുവൻ എടുത്തും തികയാത്തത് കടവും വാങ്ങി കൂട്ടി മാന്യമായി കെട്ടിച്ചയച്ചു. അച്ഛൻ മരിച്ചിട്ടും കഷ്ടപ്പാടൊന്നും അറിയാതെ സുഖിച്ചിരുന്നിട്ടല്ലേ ഉള്ളൂ നീ ഇത്ര കാലം വരെ ഇവിടെ. എന്നിട്ട് കിട്ടിയ നല്ല ജീവിതത്തിന്റെ വില അറിയാതെ ഒക്കെ കൊണ്ട് കളഞ്ഞില്ലേടി. അതും പോരാഞ്ഞു ബാക്കിയുള്ളവരെയും പറയിപ്പിച്ച് എന്തിനാടി നീയൊക്കെ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? അമ്മയും മോളും കൂടി ഇനി അങ്ങ് സുഖമായി ജീവിച്ചാൽ മതി. ഈ ജന്മം നിങ്ങൾ ഇനി എന്നെ കാണില്ല. വാ വല്യച്ഛ പോകാമെന്ന് പറഞ്ഞ് ഹരിതയെയും ചേർത്ത് പിടിച്ച് അവൻ ആ വീടിന്റെ പടി ഇറങ്ങി. ശേഷം വല്യച്ഛനോടും വല്യമ്മയോടും യാത്ര പറഞ്ഞു കാർത്തിക് അവളെയും കൂട്ടിച്ചെന്നത് അവളുടെ വീട്ടിലേക്കാണ്. ഇതൊക്കെ അറിഞ്ഞപ്പോൾ അവളുടെ അമ്മ കുറേ ഇരുന്ന് കരഞ്ഞു. കേസാക്കി അകത്തിടണമെന്ന് തന്നെയാണ് അവരും പറഞ്ഞത്. പക്ഷേ ഹരിത അനുവദിച്ചില്ല. ഇതിനൊക്കെയുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കോളുമെന്ന് അവൾക്കറിയാമായിരുന്നു. കാരണം അത്രമേൽ സ്നേഹിച്ചു വളർത്തിയ മകന് അവരെ ഇപ്പോൾ കാണുന്നത് പോലും ദേഷ്യമാണ്. അവരായിട്ട് തന്നെ എല്ലാം ഒരു നിമിഷം കൊണ്ട് തുലച്ചു. വല്യമ്മയും വല്യച്ഛനും അവരുടെ മക്കളോടും ബന്ധുക്കാരോടുമൊക്കെ എല്ലാം വിളിച്ചു പറഞ്ഞു. എല്ലാം അറിഞ്ഞതും കാർത്തിക്കിന്റെ അമ്മയോടും കീർത്തിയോടും എല്ലാവർക്കും വെറുപ്പായിരുന്നു. എല്ലാവരും അവരെ ഒറ്റപ്പെടുത്തി. ഈ വയസ്സാങ്കാലത്ത് മോളെ ഭർത്താവ് ഉപേക്ഷിച്ചതും കണ്ടുകൊണ്ട് ഒറ്റപ്പെട്ട ജീവിതം നയിക്കേണ്ടി വന്നു അവർക്ക്. ആളുകളൊക്കെ അവരെക്കുറിച്ച് ദോഷം പറഞ്ഞു പരത്തിയതുകൊണ്ട് എല്ലായിടത്തും നാണക്കേടായി. ഇതിലും വലിയ ശിക്ഷ അവർക്ക് കിട്ടാനില്ല എന്ന് ഹരിതക്കപ്പോൾ തോന്നിയിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. ഹരിതയുടെ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് 3 മാസമായപ്പോൾ ഹരിതയെയും കുഞ്ഞിനെയും കൊണ്ട് കാർത്തിക് ജോലി ചെയ്യുന്നതിനടുത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് മാറി. അവിടെ ഇപ്പോൾ അവരുടെ സ്വർഗമാണ്. തൊട്ടടുത്ത ക്വാർട്ടേഴ്സുകളിൽ കാർത്തിക്കിന്റെ കൂടെ ജോലി ചെയ്യുന്ന കുറേ പോലീസുകാരുടെ ഫാമിലി ഉണ്ട്. അവർക്കിടയിൽ ഇപ്പോൾ ആരുടെയും ശല്യമില്ല. കുറ്റപ്പെടുത്താൻ ആരുമില്ല. കാർത്തിക്കും ഹരിതയും കുഞ്ഞുമായി മാത്രം സുഖമായി ജീവിക്കുന്നു. ഒരു ദിവസം ഇടിയും മഴയും തിമിർത്തു പെയ്യുന്ന ഒരു രാത്രിയിൽ അവരുടെ പൊന്നുമോൾ നല്ല സുഖമായി ഉറങ്ങുകയായിരുന്നു. ആ സമയം ഹരിതയുടെ അടുത്ത് വന്ന് അവളോട് പറ്റിച്ചേർന്ന് കിടന്ന കാർത്തിക്കിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ മെല്ലെ ചോദിച്ചു, ഞാൻ കുറേ കാലമായിട്ട് ഏട്ടനോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. അതെന്താ? കാർത്തിക് ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അന്ന് വീട്ടിൽ വെച്ച് കീർത്തി വിളിച്ചു കയറ്റിയവനെ ഞാൻ കണ്ടില്ലേ? അവരത് ഞാനാണെന്ന് വരുത്തി തീർത്ത അളിയനോടും ഏട്ടനോടും ഒക്കെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അന്ന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഏട്ടനും ഞാനും തമ്മിൽ വലിയ സ്നേഹമോ അടുപ്പമോ ഒന്നും ആവാനുള്ള സമയം അന്ന് ആയിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ കുറേ പേടിച്ചിരുന്നു ഏട്ടൻ എന്നെ സംശയിക്കുമെന്ന് കരുതി.
പക്ഷേ സ്വന്തം അമ്മയും പെങ്ങളും പറഞ്ഞിട്ടും ഏട്ടൻ എന്തുകൊണ്ടാണ് കുറച്ചു ദിവസം മാത്രം പരിചയമുള്ള എന്നെ വിശ്വസിച്ചത്? ഇത് കേട്ടപ്പോൾ കാർത്തിക് ഒന്ന് അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് അവളുടെ മാറിലേക്കൊന്ന് മുഖം അമർത്തി വെച്ചുകൊണ്ട് പറഞ്ഞു, എടി പൊട്ടത്തി, അങ്ങനെ ഒരാളെ അടുത്തറിയാൻ ഒരുപാട് കാലമൊന്നും വേണ്ട. ചിലപ്പോൾ നിമിഷങ്ങൾ മതിയാകും. ആത്മാർത്ഥ സ്നേഹത്തിന് അങ്ങനെയും ഒരു ഗുണമുണ്ട്. എനിക്കറിയില്ലേ എൻ്റെ പൊന്നിനെ. എന്തോ അത് കേട്ടപ്പോൾ ഹരിതയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ശേഷം ഒന്നുകൂടെ അവളെ അവൻ്റെ നെഞ്ചോടടുപ്പിച്ചുകൊണ്ട് കഴുത്തിലും മുഖത്തുമെല്ലാം അവൻ മാറി മാറി ഉമ്മ വെച്ചു. ആ തണുത്ത തുലാവർഷ രാത്രിയിൽ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, പൂർണ്ണ സന്തോഷത്തോടെ അവർ രണ്ടുപേരും അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് പോയി.